ബഹിരാകാശ രംഗത്ത് പുതുചരിത്രം. ഇന്ത്യൻ ബഹിരാകാശ യാത്രികൻ ശുഭാംശു ശുക്ല ഉൾപ്പെട്ട ആക്സിയം 4 ദൗത്യം വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുന്നു. ഡ്രാഗൺ പേടകത്തിലെ 4 പേരും ബഹിരാകാശ നിലയത്തിൽ പ്രവേശിച്ചിരിക്കുകയാണ്. Shubhanshu Shukla, Sławosz Uznański-Wisniewski and Tibor Kapur. ആതിര ജെയിനുണ്ട് സയൻസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി. ആതിര, ഇപ്പോൾ ലൈവ് കവറേജ് അവസാനിച്ചിരിക്കുകയാണെന്ന് മനസ്സിലാക്കുന്നു. കൂടുതൽ അപ്ഡേറ്റുകളുമായി തിരിച്ചെത്താമെന്നാണ് ആക്സിയം അറിയിക്കുന്നത്. ഏതായാലും ശുഭയാത്രയായിരിക്കുന്നു. ശുഭാംശു ഉൾപ്പെടെയുള്ളവർ ബഹിരാകാശ നിലയത്തിൽ എത്തിയിരിക്കുകയാണ്. ചരിത്രം കുറിച്ചിരിക്കുകയാണ്. സ്പേസ് സ്റ്റേഷനിൽ എത്തുന്ന ആദ്യ ഇന്ത്യക്കാരനായി മാറിക്കൊണ്ട് അല്ലേ ശുഭാംശു? വിനിത, തീർച്ചയായും ഇന്ത്യക്ക് ഇത് അഭിമാന നിമിഷമാണ്, ചരിത്ര നേട്ടമാണ്. ശുഭാംശു ശുക്ല ബഹിരാകാശ നിലയത്തിലെത്തുന്ന ആദ്യ ഇന്ത്യക്കാരനെന്ന ചരിത്രം കുറിച്ചിരിക്കുകയാണ്. ശുഭാംശു ഉൾപ്പെടെയുള്ള 4-അംഗ സംഘം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. 4 മണിയോടെ അവർ ഡോക്കിംഗ് പൂർത്തിയാക്കി. ഡ്രാഗൺ പേടകം അന്താരാഷ്ട്ര നിലയവുമായുള്ള ഡോക്കിംഗ് പൂർത്തിയാക്കി 4 പേരും പ്രവേശിച്ചു. വളരെ സന്തോഷമുണ്ട് ഇവിടെ എത്താനായിരുന്നു ആദ്യ പ്രതികരണം പെഗി വിറ്റ്സന്റെ. നമ്മൾ തത്സമയം ലോകം ആ ദൃശ്യം കണ്ടതാണ്. 4 ബഹിരാകാശ സഞ്ചാരികളെയും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലുള്ള 7 പേരും അവിടെ 7 പേരുണ്ടായിരുന്നു. അവർ സ്വീകരിച്ചു. ഒരു വെൽക്കം ഡ്രിങ്ക് കൊടുത്ത് സ്വീകരിച്ച് അവർ വളരെ സന്തോഷത്തോടെ സംസാരിക്കുന്ന ദൃശ്യങ്ങൾ നാം നേരിട്ട് കണ്ടു. 14 ദിവസമാണ് ഇനി സംഘം നിലയത്തിൽ ചിലവഴിക്കുക. ഇന്ത്യയെ സംബന്ധിച്ചത് അഭിമാന നേട്ടമാണ്. 4 രാജ്യങ്ങൾ പങ്കെടുത്ത ദൗത്യമാണ്. 4 രാജ്യങ്ങൾക്കും ഇത് അഭിമാന നേട്ടമാണ്. ശുഭാംശു ശുക്ല ഉൾപ്പെടെയുള്ള 4 പേരും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞു. പെഗി വിറ്റ്സൺ ആണ് അതിൻ്റെ കമാൻഡർ. പെഗി വിറ്റ്സണും ശുഭാംശു ശുക്ലയും ഉൾപ്പെടെയുള്ള സംഘം ഇനി എന്തു പറയുമെന്നതിലാണ് ആകാംക്ഷ. ഇനി അവരുടെ ആദ്യ പ്രതികരണത്തിലേക്കാണ് ലോകം കാത്തു നിൽക്കുന്നത്. ഇന്ത്യ ഉൾപ്പെടെ കാത്തു നിൽക്കുന്നത് അവരുടെ പ്രതികരണം എന്തായിരിക്കും എന്നുള്ളതാണ്. വളരെ സന്തോഷമുണ്ട് എന്നാണ് അവർ പറഞ്ഞത്. ഇന്ന് 29 മണിക്കൂർ നീണ്ട യാത്രയ്ക്ക് ശേഷമാണ് സംഘം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എത്തുന്നത്. പക്ഷേ എല്ലാവരുടെയും മുഖത്ത് സന്തോഷമായിരുന്നു. നാം തത്സമയം ആ ദൃശ്യം കണ്ടു. വളരെ സന്തോഷത്തോടെ, എന്നാൽ ഒരു ദീർഘയാത്രയുടെ ക്ഷീണമൊന്നും കാണാത്ത രീതിയിൽ വളരെ സന്തോഷത്തോടെ അവർ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് പ്രവേശിച്ചു. അവരെ അവിടെ വെൽക്കം ചെയ്തു. ഇനി വരാനുള്ളത് അവരുടെ പ്രതികരണമാണ്. അതിലേക്ക് നമുക്ക് കാതോർത്തിരിക്കാം. അതാണ് 60 പരീക്ഷണങ്ങൾ നടത്താൻ പോകുന്നുണ്ട്. അതിൽ 7 എണ്ണം ശുഭാംശു ശുക്ലയായിരിക്കും നടത്തുക.